നമസ്കാരം. നരേന്ദ്രമോദിജിയുടെ പരിവർത്തന ദശകം. നരേന്ദ്രമോദിജിയുടെ 75ാം ജന്മദിനം ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തെ അടയാളപ്പെടുത്തി. പ്രധാനമന്ത്രിയായി ഒരു ദശകത്തിലധികമായുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലം രാജ്യത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഭാരതത്തിന്റെ ആത്മവിശ്വാസം പുതുക്കി ആഗോള വേദികളിൽ രാജ്യത്തെ അഭിമാനത്തോടെ പ്രതിനിധാനം ചെയ്യാൻ ജനങ്ങളുടെ മനസ്സിൽ ദേശീയതയുടെ ജ്വാല ഉണർത്താൻ മോദിജിക്ക് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം ഭാരതത്തിന്റെ പുനരുത്ഥാന യാത്രയ്ക്ക് ദിശയും ദർശനവും നൽകുന്ന മഹത്തായ കാലഘട്ടമായി ചരിത്രം തീർച്ചയായും രേഖപ്പെടുന്നു. ഒരു ഇന്ത്യക്കാരന് പോലും തിരിച്ചറിയാനാവാത്ത വിധം കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യം ഏറെ മാറിയിരിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ സ്വാഭാവികമെന്ന പോലെ കരുതുന്ന പല കാര്യങ്ങളും ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അത്യന്തം അസാധ്യമായിരുന്നവയായിരുന്നു എന്നതാണ് സത്യം. ഈ മാറ്റങ്ങൾ നാം തിരിച്ചറിയുന്നതിന് മുമ്പ് അതിവേഗത്തിൽ സംഭവിച്ചവയായിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ വിചിത്രമായ ചില പഴയകാല ഓർമ്മകൾ നമ്മെ പൊതിയുന്നത്. ഉദാഹരണത്തിന്, ചെന്നൈയിൽ നിന്ന് വടക്ക് കിഴക്കോട്ട് പോകണമെങ്കിൽ ഒരാഴ്ച വേണ്ടിയിരുന്ന ട്രെയിൻ യാത്ര ഇപ്പോൾ ചെന്നൈ ദിമാപൂർ ഫ്ലൈറ്റിലേക്ക് വഴിമാറിയിരിക്കുന്നു. രാഷ്ട്രീയ വാർത്തകളുടെ വേട്ടക്കാരായ ചില പത്രപ്രവർത്തകർ ഇപ്പോഴും പഴയ കാലത്തെ പോലെ അഴിമതിയും വിവാദവും അടങ്ങിയ തലക്കെട്ടുകൾക്കായി കാത്തിരിക്കുന്നുവെങ്കിലും കഴിഞ്ഞ ദശകത്തിൽ അത്തരം ഒരു വാർത്തയും ഉണ്ടായില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ മാസം ഡൽഹിയിൽ ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു നാടകം അരങ്ങേറി. ചില IAS ഉദ്യോഗസ്ഥർ പുതിയ കർത്തവ്യ ഭവനിലെ തുറന്ന ഓഫീസ് പദ്ധതിക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. എന്തായിരുന്നു അവരുടെ പരാതി? തങ്ങൾക്ക് നഷ്ടമായ ആഡംബരപൂർണമായ വ്യക്തിഗത മുറികൾ, ശീതീകരിച്ച വിശ്രമ മുറികൾ, ഇവ നഷ്ടപ്പെട്ടതിനെതിരെയായിരുന്നു. അത്യന്തം രസകരമായി അവരുടെ കത്തിൽ ആ സ്വകാര്യ മുറികൾ അവരുടെ ഗൗരവമായ ചിന്തയ്ക്കും രഹസ്യം സൂക്ഷിക്കുന്നതിനും സഹായിച്ചിരുന്നതായി അവർ അവകാശപ്പെട്ടു. എന്നാൽ അവരുടെ അഭ്യർത്ഥന പ്രധാനമന്ത്രി അംഗീകരിച്ചില്ല. ഇതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യം, ഹൃദയമില്ലാത്ത സാമ്രാജ്യത്വത്തിന്റെ സ്മാരകങ്ങളായിരുന്ന രാജ്പഥ്, കർത്തവ്യപഥും കേന്ദ്ര സെക്രട്ടേറിയറ്റ് കർത്തവ്യ ഭവനുമായി മാറിയതാണ്. ഈ പേരുമാറ്റങ്ങൾ ഇവയുടെ യഥാർത്ഥ സത്തയെ, അതായത് അഹങ്കാരത്തിൽ നിന്ന് കർത്തവ്യത്തിലേക്കുള്ള പരിവർത്തനത്തെ, ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയായ ധർമ്മത്തെ വെളിപ്പെടുത്തുന്നവയായി മാറി. ഈ ഉദാഹരണങ്ങൾ മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പായി വരുന്ന പരിവർത്തനങ്ങളുടെ ചില മാതൃകകൾ മാത്രമാണ്. ഇതുകൂടാതെ രാഷ്ട്രത്തിന്റെ അടിത്തറയിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ കോൺഗ്രസ് സംവിധാനത്തിന്റെ സംഭാവനകളായ അഴിമതിയിൽ മുങ്ങിയ ഉദ്യോഗസ്ഥ മേധാവിത്വത്തെയും ഉത്തരവാദിത്വമില്ലാത്ത നീതിന്യായ വ്യവസ്ഥയെയും നരേന്ദ്രമോദിജി പൂർണ്ണമായും നിലയ്ക്ക് നിർത്തി. മോദിക്ക് മുമ്പുള്ള ദശകം, രാജീവ് ഗാന്ധിക്ക് ശേഷമുള്ള അരാജകത്വം, ഇന്ത്യയെ വിഭജിക്കാൻ ആഗ്രഹിച്ച ശക്തികൾക്ക് ഭാരതത്തിന്റെ വാതിൽ മലർക്കെ തുറന്നു കൊടുത്തപ്പോൾ മോദിജി രാജ്യത്തു സുസ്ഥിര ഭരണത്തിന് കളമൊരുക്കി. ആദ്യം അനുഭവിക്കുകയും പിന്നീട് വിശകലനം ചെയ്യപ്പെടുകയും എന്നതാണല്ലോ പരിവർത്തനങ്ങളുടെ ചരിത്രം. UPI വിപ്ലവം എന്നാണ് സംഭവിച്ചതെന്ന് ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ദേശീയ പ്രതിരോധ മേഖലയിലെ കുത്തകക്കാരായ ഇടനിലക്കാരെ മോദി സർക്കാർ നീക്കം ചെയ്തതും പ്രതിരോധ സംവിധാനത്തെ സ്വതന്ത്രമാക്കിയതും നാം ശ്രദ്ധിച്ചോ? 2014 മുമ്പ് ഇന്ത്യയിൽ 6 ആഴ്ചയിലൊരിക്കൽ നടന്നിരുന്ന ജിഹാദി ആക്രമണങ്ങളും പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. മാവോയിസ്റ്റ് ഭീകരതയെ തകർത്തു തരിപ്പണമാക്കിയതും അവിടങ്ങളിലെ സ്കൂളുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതും ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതും ഗാൽവാനിൽ ചൈനയെ ശക്തമായി നേരിട്ടതും പാകിസ്ഥാനെ പൂർണ്ണമായി തച്ചുടച്ചതും ഈ അടുത്ത കാലത്ത് തിരിച്ചടിച്ചതും ഒക്കെ ഇന്ത്യയുടെ മായാത്ത അടയാളങ്ങൾ തന്നെയാണ്.
ഇത്തരം അസാധാരണങ്ങളായ മാറ്റങ്ങളോടെ മോദിജി ഇപ്പോൾ മൂന്നാം ഇന്നിംഗ്സിന്റെ ആരംഭ ഘട്ടത്തിൽ കൂടുതൽ ശക്തനായി മുന്നേറുന്നു. അദ്ദേഹം നടത്തുന്ന പരിവർത്തനങ്ങളുടെ അടിത്തറ ധൈര്യം, ക്രാന്തദർശിത്വം, വ്യാപ്തി എന്നിവയിൽ ഊന്നിയതാണ്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, നോട്ട് നിരോധനം, GST നടപ്പാക്കൽ, ഇന്ത്യ കേന്ദ്രീകൃത വിദേശ നയം ഇവയെല്ലാം അതിന്റെ തെളിവുകളാണ്. ഇവയൊന്നും ഇനി ആർക്കും പിൻവലിക്കാനേ കഴിയില്ല. മോദിജിയുടെ എല്ലാ നടപടികളും ദേശീയതയിൽ ഊന്നിയവയാണ്. ആദ്യ കാലഘട്ടത്തിൽ അടിസ്ഥാന കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സാധാരണ പൗരന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ ജനതയ്ക്ക് കക്കൂസുകൾ നിർമ്മിക്കുക, പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ് നൽകുക ഇവയൊക്കെയായിരുന്നു ലക്ഷ്യം. അടിസ്ഥാന പ്രശ്നങ്ങളെ 7 ദശാബ്ദങ്ങളോളം അവഗണിച്ചതാണ് ഇന്ത്യയുടെ മിക്ക കുഴപ്പങ്ങളുടെയും ആധാരം. അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളെല്ലാം അതിന്റെ ഇരകളായി മാറി. അതായത് നരേന്ദ്രമോദിജി ഇപ്പോൾ ചെയ്യുന്നത് 1947 തുടങ്ങേണ്ടിയിരുന്ന ദേശീയ പുനർനിർമ്മാണ പ്രവർത്തനമാണ്. അതേപോലെ വൈദ്യുതി മേഖലയിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന വൈദ്യുതി മുടക്കങ്ങൾ മോദിജിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കും. ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും സംസ്ഥാന വിഷയങ്ങളായതിനാൽ ഈ രംഗങ്ങളിലെ മോദിജിയുടെ ദേശീയ പുനർനിർമ്മാണ ശ്രമങ്ങൾക്ക് BJP ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ കടുത്ത പ്രതിരോധം നേരിടുന്നു. അവിടങ്ങളിൽ അവർ മോദിജിയെ തോൽപ്പിക്കേണ്ട ശത്രു എന്ന നിലയിലാണ് ഇപ്പോഴും കാണുന്നത്. UPA-യുടെ 2 ഭരണ കാലഘട്ടങ്ങളിൽ നെഹ്റു കുടുംബത്തിന്റെ ഭംഗിയേക്കാമെന്ന ഒറ്റ കാരണത്താൽ വാജ്പേയി നടപ്പിലാക്കിയ സുവർണ ചത്വരം ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി മനഃപൂർവ്വം 11 വർഷത്തോളം നിർത്തിവെച്ചത് നാം മറക്കരുത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലും പ്രവർത്തികളിലും പ്രകടമാകുന്നത് മോദിജിയോടുള്ള വ്യക്തിവിരോധം മാത്രം. അതും ഇന്ത്യയുടെ സുരക്ഷയെയും അഖണ്ഡതയെയും വരെ ബാധിക്കുന്ന തരത്തിൽ. രാഹുൽജിയുടെ ഇടതുപക്ഷ സുഹൃത്തുക്കളും ആഗോള രാഷ്ട്രീയ കൂട്ടാളികളും ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ വല്ലാത്ത വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇതേ വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും. വീണ്ടും അധികാരത്തിൽ എത്തിയതോടെ DMK പഴയ ദ്രാവിഡവാദത്തെ കൂടുതൽ അപകടകരമായ നിലയിലേക്കാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വടക്കൻ അധിനിവേശം എന്ന കൽപ്പിത കഥയെ തമിഴ്നാട്ടിൽ ജനപ്രിയ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നു. കേരളത്തിന്റെ കഥ അപകടകരമായ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. 2013 മോദിജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തതു മുതൽ അദ്ദേഹം വാഗ്ദാനം ചെയ്ത പരിവർത്തനങ്ങൾ പഴയ രാഷ്ട്രീയ രീതികളുടെ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കൽ, കപട മതേതരത്വം, അഴിമതി, കമ്മ്യൂണിസ്റ്റ് ജാർഗനുകൾ എന്നിവയ്ക്കെതിരെയുള്ള തുറന്ന പ്രഖ്യാപനങ്ങളായിരുന്നു. മോദിജിയുടെ പുതിയ രാഷ്ട്രീയ നയങ്ങൾ 7 ദശാബ്ദങ്ങളിലായി ഇറക്കത്തിലായിരുന്ന ഭാരതത്തിന്റെ ആത്മശക്തിയെ ഉണർത്തുന്ന സാംസ്കാരിക ദേശീയതയുടെ പുനരുജ്ജീവനത്തിൽ അധിഷ്ഠിതമായവ തന്നെയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി 3 തവണ തുടർച്ചയായി വിജയിച്ച അനുഭവം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തെളിവുമായി. ആശ്ചര്യകരമെന്ന് പറയട്ടെ, ഇതേ കാരണങ്ങളാലാണ് മോദിജി ഏറ്റവും അധികം വിമർശനങ്ങളെ നേരിടുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും തുറന്ന ശക്തി പ്രകടനവും രാജ്യത്തിനകത്തും പുറത്തുമുള്ള എതിരാളികളെ വല്ലാതെ അലട്ടുന്നു എന്നതാണ് സത്യം. നെഹ്റു കുടുംബവും അതിന്റെ രാഷ്ട്രീയ ദർബാറും സൃഷ്ടിച്ച 4 തലമുറകളോളം നീണ്ടു നിന്ന വിചിത്ര വർഗത്തിന് 2 നിർണായക ലക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ഒന്നാമതായി വെള്ളക്കാരോടുള്ള അപകർഷതാബോധം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി C. രാജഗോപാലാചാര്യയെ നിയമിക്കുന്നതിനെതിരെ നെഹ്റു ഉന്നയിച്ച ഏക എതിർപ്പ് അദ്ദേഹം ധോത്തി ധരിക്കുന്നു എന്നതും ഹിന്ദു സാമൂഹ്യ ആചാരങ്ങൾ പാലിക്കുന്നു എന്നതുമായിരുന്നു. രണ്ടാമതായി അവസരവാദവും സ്വത്വബോധമില്ലാത്തതും കാരണം അവർക്ക്
ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തിയെ മനസ്സിലാക്കാൻ ഒരിക്കലുമായില്ല. ഈ രണ്ട് വൈകൃതങ്ങളും ഇന്നും അവരെ നയിക്കുന്നു എന്നതിന് ഉദാഹരണം, അർഹിക്കുന്ന ബഹുമാനം നേടാനായി ഇന്ത്യ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ആഗോള വേദികളിൽ ഇക്കൂട്ടർ അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് വികസിച്ചിരിക്കുന്നുവെങ്കിലും മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള ആഗോള സ്വാധീനം എല്ലാവരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. തന്നെയുമല്ല, അതിനെ മനഃപൂർവ്വം തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ പഴയ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രീതിയുടെ പുനവതാരം നടത്തുന്നുമുണ്ട്. ദാരിദ്ര്യം, സ്ത്രീ സുരക്ഷ, ഹിന്ദു ഭീകരത, ആദിവാസി ദളിത് പീഡനം, കർഷകരോടുള്ള അനീതി എന്നിങ്ങനെ നിരന്തരം ഉച്ചത്തിൽ അവർ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനവർ കൂട്ടുപിടിച്ച ആയുധമാകട്ടെ സമൂഹത്തെ കൂടുതൽ അപകടകരമായ, അനിയന്ത്രിതമായ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള തെരുവ് കലാപങ്ങളെയാണ്. ഇവയിൽ പലതും വിദേശത്ത് ആസൂത്രണം ചെയ്ത് ഇന്ത്യൻ ഏജന്റുമാർ വഴി ഭരണകൂടത്തെ തകർക്കാനായി നടപ്പാക്കിയവയാണ്. എന്നാൽ ഇത്തരം കലാപങ്ങളെയെല്ലാം മോദിജി വിജയകരമായി തകർത്തു എന്നതാണ് ശ്രദ്ധേയം. ആരെന്തു പറഞ്ഞാലും ഇന്ത്യയുടെ ആത്മവിശ്വാസ പുനഃസ്ഥാപനം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, മഹർഷി അരവിന്ദൻ പറഞ്ഞ പോലെ ഹിന്ദു സാംസ്കാരിക ദേശീയതയിൽ ഊന്നിയതാണ്. രാഷ്ട്രീയപരവും ആശയപരമായും എന്തു വ്യാഖ്യാനങ്ങൾ നൽകിയാലും ലോകം ഇന്ത്യയെ എന്നും കാണുന്നത് ഹിന്ദു രാഷ്ട്രമായിട്ട് തന്നെയാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിപ്പിച്ചതിലൂടെ മോദിജി ഭാരതത്തിന്റെ ആത്മീയ സാംസ്കാരിക പാരമ്പര്യം വീണ്ടും ലോകമെങ്ങും സ്ഥാപിക്കാനുള്ള വേദി ഒരുക്കുകയായിരുന്നു. 2018 ഒമാനിലെ 125 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രവും ഗോവിന്ദരാജ ക്ഷേത്രവും സന്ദർശിച്ചത് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഹിന്ദു വ്യാപാരികളുടെ 3 നൂറ്റാണ്ടുകളായുള്ള ആധിപത്യത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെയാണ് വിശാല ഭാരതത്തിൽ ഉൾപ്പെട്ട സുരിനാം, ഫിജി, മാലിദ്വീപ്, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളുമായി ഭാരതം ശക്തമായ ബന്ധം പുനഃസ്ഥാപിച്ചത്. മോദിജിയുടെ സാംസ്കാരിക ആത്മീയ പദ്ധതികളിൽ ഒട്ടുമിക്കതിലും രാമനിർമ്മാണ പുനർനിർമ്മാണം, ഉജ്ജയിനിയിലെയും കാശിയിലെയും ഇടനാഴി നിർമ്മാണം, ഇവയിലൊക്കെയും സനാതന തത്വചിന്തയോടുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ബന്ധം പ്രതിഫലിച്ചിരിക്കുന്നത് കാണാം. ഹിന്ദു സമൂഹത്തിന്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നടത്തിയ 100 കണക്കിന് അദൃശ്യ ശ്രമങ്ങൾ വേറെയുമുണ്ട്. കഴിഞ്ഞ 7 ദശാബ്ദങ്ങളിലെ അനുഭവങ്ങൾ തെളിയിക്കുന്നത് കപട മതേതരത്വം പ്രചരിപ്പിച്ച ഹിന്ദു രാഷ്ട്രീയക്കാർ തന്നെയാണ് ഭാരതത്തിന്റെ ആത്മീയ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ കൈവരിച്ച പ്രശംസനീയമായ അനേകം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇനിയും ഏറെ മാറേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈപ്പിടികളിൽ ഒതുക്കി മാർക്സിസ്റ്റുകാർ 3 തലമുറകളായി ദേശദ്രോഹികളെ സൃഷ്ടിച്ച വിദ്യാഭ്യാസ രംഗം തന്നെയാണ്. നിർഭാഗ്യവശാൽ ഈ രംഗം ഇന്നും അവർക്ക് ലാഭകരമായ ഒരു സ്ഥിര നിക്ഷേപമായി തുടരുന്നു. പുരാതന കാലം മുതൽ ഭാരതത്തിൽ വിദ്യാഭ്യാസം സമൂഹത്തിൻ്റെതായിരുന്നു. സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ടുകൾ മക്കാളയുടെ അതേ നയങ്ങളാണ് നിർഭാഗ്യവശാൽ നാം പിന്തുടർന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചുവപ്പ് കോട്ടയിലെ തന്റെ പ്രസംഗത്തിൽ മോദിജി വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും കോളനി യജമാനന്മാരുടെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കർത്തവ്യപഥവും കർത്തവ്യഭവനും ഭാരത വിമോചനത്തിന്റെ ഏറ്റവും നല്ല ഭൗതിക പ്രതീകങ്ങളാണ്. എന്നാൽ അതിന്റെ ആത്യന്തിക വിജയം നമ്മുടെ മനസ്സുകൾ കൊളോണിയൽ മനോഭാവത്തിൽ നിന്നും പൂർണ്ണമായും മോചിതരാകുമ്പോൾ മാത്രമേ സാധ്യമാകൂ. ചുരുക്കത്തിൽ മോദിജിയുടെ പ്രധാനമന്ത്രിയായുള്ള ഒരു ദശകം രാജ്യത്തിന് മഹത്തായ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു. അദ്ദേഹം വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും തീവണ്ടിയിലും
തീവണ്ടി രംഗത്ത് കാര്യക്ഷമതയും ലാഭപ്രാപ്തിയും കൊണ്ടുവന്നതോടൊപ്പം രാജ്യത്തെ യുവജനങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും ഉണർത്തി തങ്ങളുടെ സ്വപ്നങ്ങളാൽ പ്രചോദിതരായ യുവാക്കളിൽ ആത്മവിശ്വാസത്തിന്റെ ശബ്ദം ഇന്ന് മുഴങ്ങി കേൾക്കുന്നു. നരേന്ദ്ര ദാമോദർദാസ് മോഡിജി നമ്മുടെ സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രേരക ശക്തിയും കപട മതേതരത്വത്തിന്റെ പേരിൽ ചിതറിപ്പോയ ഭാരതത്തെ ഏകീകരിക്കുന്ന കേന്ദ്രവുമായി മാറിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്ന് ഞാൻ നിർത്തട്ടെ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്.